കക്കൂസില്ല. അവർ പോകുന്നത് എവിടെയാണ്? ചിന്നക്കനാലിലെ 301 കോളനിയിലാണ് രാജി, നടരാജൻ എന്നിവർ താമസിക്കുന്ന വീടാണിത്. എല്ലായ്പ്പോഴും ആന വന്ന് കുഴപ്പമാക്കുന്നതുകൊണ്ട് വീടിന് ചുറ്റും ഒരു ട്രഞ്ച് അവർ തന്നെ കീറി. 2 മാസം മുൻപാണ് ഇങ്ങനെ കീറിയത്. ആനയുടെ ആക്രമണത്തിൽ 2000-ന് ശേഷം ഏതാണ്ട് 46ഓളം പേർ കൊല്ലപ്പെട്ട ഒരു മേഖലയാണിത്. റോഡിന് സമീപത്തായതുകൊണ്ട് തന്നെ ആന പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ആന പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ഇങ്ങനെ ട്രഞ്ച് കീറാമെന്ന് നടരാജേട്ടനും ഭാര്യയും കൂടി തീരുമാനിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കെട്ടിവെച്ചൊരു കുടിൽ കണ്ടില്ലേ? ആന വന്ന് രാത്രി കുഴപ്പമാക്കുമെന്നുള്ള പേടിയിൽ രാത്രി താമസിക്കാൻ കെട്ടിവെച്ച കുടിലാണത്. എന്തായാലും ആനശല്യം എത്രത്തോളം രൂക്ഷമാണ് ചിന്നക്കനാലിലെ ഈ 301 കോളനിയിൽ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ നടരാജേട്ടൻ ഇങ്ങനെ ട്രഞ്ച് കീറി വെക്കാനുള്ള കാര്യം എന്താ? ആന ഇറങ്ങണുണ്ട്. ആന ഭയങ്കര ശല്യമാണ്. റോഡ് സൈഡ് ആയതുകൊണ്ടും ആന ഭയങ്കര ശല്യം ആയതുകൊണ്ട് മാത്രമേ ഈ ട്രഞ്ച് കയറി വെക്കണത്. ഈ ആന തുടർച്ചയായിട്ട് വന്നപ്പോഴാണോ ട്രഞ്ച് കീറാന്ന് വിചാരിച്ചത്? അതെ സാർ, தொடர்ந்து ஆனை குறுக்கு கடற்கரை இடம் அது மொத்தம். அப்போது அது வந்து வீட்டில் ஒத்துக்க தான் இருக்குது. எந்த நேரமும் நான் ஆஃபீஸுக்கு வந்துடுவேன். அந்த நேரத்தில் சக்க கொம்பம் வந்து வீட்டில் முன்னுக்கு வந்து பின்னாடி வந்து இடித்து அரியெல்லாம் சாப்பிட்டு அப்படி போச்சு. ഈ കാട്ടാന പൂർണ്ണമായിട്ട് നടക്കുന്നത് റവന്യൂ ഭൂമിയിലാണ്. ആളുകളുടെ പട്ടയഭൂമിയിലും റവന്യൂ ഭൂമിയിലും കൃഷിഭൂമിയിലുമാണ്. വനം വകുപ്പ് ഏറ്റവും അടിയന്തരമായിട്ട് ഈ കാട്ടാനകളെ കാട്ടിലോട്ട് മാറ്റി താമസിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ഇത്രയും ഭാഗം ആന ആദ്യം നല്ല അടച്ചുറപ്പുള്ള വീടായിരുന്നു. പക്ഷെ ഇത്രയും ഭാഗം ആന ഇടിച്ചിട്ട് ഇപ്പം അവർ ടാർപ്പ വലിച്ചു കെട്ടിയേക്കാണ്. ഇങ്ങനെ ഒരു വീടിനും ബാത്റൂം ഇല്ല. ഈ കാണുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം പോലെ ഇത് തന്നെ അവസ്ഥ. ഇതാണ് ബാത്റൂം. ഇതാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ബാത്റൂം എന്ന് പറയാൻ. മിക്ക വീടുകളും ഇങ്ങനെ തന്നെ. ഒരു വീട്ടിലും ഇല്ല. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക, ക്ലോസറ്റ് ഉണ്ട്, വെള്ളം ഒഴിക്കുമ്പോൾ മേളിലേക്ക് തന്നെ പോരും. ഈ കുഞ്ഞു വീടിൻ്റെ അകത്ത് കയറ്റി അതിൻ്റെ അകത്ത് ബാത്റൂമും കൂടി വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റിയല്ലോ. സൗകര്യമില്ലാത്ത വീടുകളുണ്ട്. പിന്നെ മഴ നനഞ്ഞ് ഇങ്ങനെ മൊത്തത്തിൽ എല്ലാ റൂമും നനയണ വീടുകളുണ്ട്. രാത്രിയായ ഓരോ മൂലക്കിരുന്ന ആൾക്കാർ കഴിച്ചു കൂട്ടുന്ന ദിവസങ്ങളുണ്ട്. അവിടെ ഞങ്ങൾ നോക്കിയപ്പം കക്കൂസൊന്നും ഇല്ലല്ലോ വീട്ടിൽ. കക്കൂസൊന്നും ഇല്ല. അവിടെ താഴത്ത് കുളിച്ചിട്ടുണ്ട്. ഏലക്കാട്ടിൽ തന്നെ ഉണ്ട്. വീടുണ്ടാക്കിയത് മുതൽ അങ്ങനെയാണോ? വീട് ഉണ്ടാക്കിയത് മൊത്തം അങ്ങനെയാണ്. ഏലക്കാട്ടിലാണ് കക്കൂസിൽ പോകുക എല്ലാവരും. അതെ. വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടിൽ ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ കൊച്ചുങ്ങളും ചൊല്ലുണ്ട്. ചിന്നക്കനാലിലെ 301 കോളനിയിൽ രാജി ചേച്ചിയും നടരാജേട്ടനും താമസിക്കുന്ന വീട് കക്കൂസില്ല. അവർ പോകുന്നത് എവിടെയാണ്? ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇന്നാട്ടിലുള്ളവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ് ചിന്നക്കനാലിൽ നിന്ന് മറ്റൊരിടത്തേക്ക്.